കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തി പ്രദേശമാണ് നെല്ലാപ്പാറ. ഇവിടെ വാഹനാപകടങ്ങൾ പതിവാണ് എന്ന് പരാതിയുണ്ട്. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. പലതവണ പരാതി പറഞ്ഞിട്ടും പരിഹാരമില്ല എന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട്. ഇന്നലെ നെല്ലാപ്പാറ വളവിൽ നടന്ന അപകടമാണിത്. വിനോദയാത്രയ്ക്ക് പോയ 42 വിദ്യാർത്ഥികൾ സഞ്ചരിച്ച സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിലുണ്ടായിരുന്ന പല വിദ്യാർത്ഥികൾക്കും ഗുരുതരമായി പരിക്കേറ്റു. വളവിൽ വാഹനം തിരിക്കുന്നതിനിടയിൽ അപകടമുണ്ടാക്കുകയായിരുന്നു. കാണുമ്പോൾ ഡ്രൈവറുടെ പിഴവാണെന്ന് ആദ്യം തോന്നിയേക്കാം. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. ബസ്സും കാറും ലോറിയുമെല്ലാം ഈ വളവിൽ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. ഇവിടെ സ്ഥിരം അപകടം ഉണ്ടാകുന്ന വളവാണ്. ഈ ആഴ്ച തന്നെ 3-ാമത്തെ 4-ാമത്തെയാണ്. ആഴ്ചയിൽ 2 എണ്ണം ഉറപ്പാണ്. ഈ ലോറിയൊക്കെ നേരെ ഒന്ന് ഇടിച്ച് മറിയുക. പിന്നെ അന്നേരം കയറ്റിക്കൊണ്ട് പോകുന്നതുകൊണ്ട് ആരും അറിയുന്നില്ലെന്ന് മാത്രം. അങ്ങനെ ഇവിടെ ഈ വളവ് എന്തെങ്കിലും ചെയ്യാതെ രക്ഷയില്ല. ഈ വളവും താഴത്തെ വളവ്. ഒന്നാമത് ഈ നമ്മുടെ നെല്ലാപ്പാറ മുതൽ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ സിഗ്നൽ സംവിധാനം യാതൊന്നും തന്നെ ഇല്ല. നമ്മളത് അധികാരികളോട് പലതവണ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. അപകട മുന്നറിയിപ്പ് ബോർഡെങ്കിലും സ്ഥാപിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇതുവരെയായിട്ട് യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. ഏകദേശം ഒരു മാസം 30-35 വണ്ടികൾ ഇവിടെ മറിയുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപാണ് പാലാ തൊടുപുഴ റോഡിലുള്ള നെല്ലാപ്പാറ ഭാഗം നവീകരിച്ചത്. എന്നിട്ടും അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിന് പരിഹാരം കണ്ടില്ല. അപകടങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ റോഡ് ഇത് പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ ആണ്, ദേശീയ ഹൈവേ ആണ്. ഇത് ഈ പണിയെന്ന് വെച്ചാൽ അശാസ്ത്രീയമായ പണിയാണ്. കാരണം ഇതിൻ്റെ അലൈൻമെൻറ്റ് മുഴുവൻ തെറ്റാണ്. ഇപ്പം കോട്ടയം ജില്ലയിലെ ഈ വളവും ഇടുക്കി ജില്ലയിലെ നെല്ലാപ്പാറ കുരിശുള്ളി വളവും ഒരു നിത്യ അപകടങ്ങളാണ്. ആ വളവിൽ തന്നെ കഴിഞ്ഞ ദിവസം അവിടെ വണ്ടി മറിഞ്ഞു. ആൾക്കാർ അവിടെ കൊല്ലംകാർ വന്നിട്ട് ഇപ്പോൾ 2ാമത്തെ മറിച്ചില്ല കണ്ട. 2ാമത്തെ അല്ല, ഈ ആഴ്ചയിൽ തന്നെ 2ാമത്തെ മറിച്ചില്ല കണ്ട അവിടെ വളവിൽ നടക്കുന്നത്. ഈ വഴിക്ക് ഇറക്കത്തിൽ ഇതുകൂട്ട് വഴിയിൽ ഇത് പിടിപ്പിക്കണം, റിവൈഡർ പിടിപ്പിക്കണം. ആൾക്കാർ ഇതുകൂട്ടുണ്ടെങ്കിൽ കട്ടിങ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി നിൽക്കും. വലിയ വാഹനങ്ങളാണ് പലപ്പോഴും നിയന്ത്രണം നഷ്ടമായി മറിയുന്നത്. റോഡ് പരിചയമില്ലാത്ത ഡ്രൈവർമാർ എത്തുമ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ജീവൻ നഷ്ടമാകുന്ന സംഭവങ്ങൾ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.